എൻ്റെ കയ്യിൽ അണുബോംബുണ്ട്, ഞാനിപ്പോൾ പൊട്ടിക്കും. എന്നാൽ എൻ്റെ കയ്യിൽ അതിലും വലിയ ബോംബുണ്ട്, ഞാനും പൊട്ടിക്കും. ഇതായിരുന്നു 2018 ട്രംപും കിം ജോങ് ഉന്നും. എന്നാൽ 2019 ഉത്തര കൊറിയൻ നേതാവും ട്രംപും അങ്ങനെയായിരുന്നില്ല. 2019 കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വീണ്ടും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉത്തര കൊറിയയുമായി നയതന്ത്ര ബന്ധം പുലർത്താനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ്. ഇതും അമേരിക്കയുമായി ഒരു സൗഹൃദം ആഗ്രഹിക്കാത്ത കിമ്മിനോടാണ് സൗഹൃദ സംഭാഷണത്തിന് ട്രംപിന്റെ പടപ്പുറപ്പാടും. ഏതൊക്കെ ഭരണാധികാരി വന്നാലും അമേരിക്ക ശത്രുപക്ഷത്താണെന്ന് 100 വട്ടം പറഞ്ഞ ഭരണാധികാരിയാണ് കിമ്മും. ഈ ഏകാധിപതിയെ ഭയക്കാത്ത രാജ്യങ്ങളില്ല. എന്ത് എപ്പോൾ ചെയ്യുമെന്ന് അറിയാത്ത രാജ്യം. ഒന്ന് പറഞ്ഞ് രണ്ടിന് മിസൈൽ എടുത്ത് പ്രയോഗിക്കുകയും ചെയ്യും. ഈ ഒറ്റയാൻ 2025 ഉത്തര കൊറിയയുടെ ആണവശക്തികളെ ശക്തിപ്പെടുത്തുന്നതിനുള്ള ഒരു നിർണായക വർഷമായിരിക്കുമെന്നും KCNA വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെയാണ് ട്രംപിന്റെ തിരക്കിട്ട നീക്കം കിമ്മുമായി സൗഹൃദത്തിന്. രാജ്യത്തിന്റെ ആണവ പ്രതിരോധ നിലപാട് അനിശ്ചിതമായി വികസിപ്പിക്കുക എന്നത് തങ്ങളുടെ ഉറച്ച രാഷ്ട്രീയവും സൈനികവുമായ നിലപാടെന്നും മാറ്റമില്ലാത്ത മഹത്തായ കടമയുമെന്നുമാണ് ഈ തീരുമാനത്തെപ്പറ്റി കിം പറഞ്ഞത്. ആണവായുധ ശേഖരം കുറയ്ക്കുന്നതിനെക്കുറിച്ച് റഷ്യയുമായും ചൈനയുമായി ചർച്ച നടത്തണമെന്നൊക്കെ ട്രംപ് തീരുമാനമെടുക്കുന്നതിനിടെയാണ് ഇപ്പോഴത്തെ പെട്ടെന്നുള്ള പുതിയ തീരുമാനം. അമേരിക്കൻ പ്രസിഡന്റായി ട്രംപ് അധികാരത്തിലെത്തിയതിന് പിന്നാലെ കിമ്മിന്റെ നീക്കം അമേരിക്കയെ ഭയപ്പാടിലാക്കുകയാണ്. 2017 കിം അല്ല താനെന്നതും ട്രംപിനുള്ള പരോക്ഷമായ ഭീഷണിയായി തന്നെ കാണണം. കിമ്മുമായി ഇനിയൊരു കൂടിക്കാഴ്ചയ്ക്ക് മുമ്പ് വലിയ തയ്യാറെടുപ്പുകൾ US നടത്തേണ്ടതുണ്ടെന്നാണ് US നാഷണൽ ഇന്റലിജൻസ് കൗൺസിൽ നോർത്ത് കൊറിയൻ പ്രതിനിധിയായിരുന്ന സിഡ്നി സെയ്ലർ പറയുന്നത്. മാത്രമല്ല, അടുത്തിടെ രാജ്യത്തെ സൈനിക പ്രകടനത്തെ അടയാളപ്പെടുത്തുന്ന ഉത്തര കൊറിയയുടെ സ്ട്രാറ്റജിക് ഗൈഡഡ് ക്രൂയിസ് മിസൈലുകൾ രാജ്യം പരീക്ഷിക്കുകയും ചെയ്തിരുന്നു. ഏറ്റവും പൈശാചികമായ ശത്രു രാജ്യങ്ങളുമായുള്ള ദീർഘകാല ഏറ്റുമുട്ടൽ അനിവാര്യമാണെന്നും ആണവ കവചം സ്ഥിരമായി ശക്തിപ്പെടുത്തേണ്ടത് രാജ്യത്തിന് അത്യന്താപേക്ഷിതമാണെന്നും കിം പറയുകയുണ്ടായി. അമേരിക്ക, ദക്ഷിണ കൊറിയ ഉൾപ്പെടെയുള്ള എതിരാളികൾക്ക് ഭീഷണിയാണ് നിലവിലെ ഉത്തര കൊറിയയുടെ തീരുമാനം. ആദ്യ ഭരണകാലത്ത് ട്രംപ് 3 തവണ കിമ്മുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുമുണ്ട്. കിമ്മുമായുള്ള സമാധാന ചർച്ചകൾ പുനരാരംഭിക്കാൻ ലക്ഷ്യമിടുന്നതായി അടുത്തിടെ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞ ട്രംപ് കിമ്മുമായുള്ള തന്റെ ബന്ധത്തെ വളരെ നല്ലതാണെന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു. കിമ്മിനെ കുറിച്ച് വലിയ മതിപ്പാണ് ട്രംപിന്. കിം ഒരു മിതവാദി അല്ലാത്തതുകൊണ്ട് തന്നെ താനുമായി ചേർന്നു പോകുമെന്ന് പറഞ്ഞ ട്രംപ് ഒരഭിമുഖത്തിൽ ഇത് വെളിപ്പെടുത്തുകയും ചെയ്തു. പക്ഷേ കിമ്മിന് തിരിച്ച് ട്രംപിനോടും US അത്ര മതിപ്പുണ്ടോ എന്ന കാര്യത്തിൽ ആർക്കായാലും രണ്ടാമതൊന്ന് ചിന്തിക്കേണ്ടി വരും. ബൈഡന്റെ ഭരണത്തിൽ കഴിഞ്ഞ 4 വർഷമായി ഉത്തര കൊറിയയുമായി US അത്ര നല്ല ബന്ധമല്ല. വൈറ്റ് ഹൗസ് അയച്ച പല മെസ്സേജുകൾക്കും പോങ്യാങ് മറുപടി നൽകിയിട്ടുമില്ല. കൂടാതെ പുതിയതായി നിയമിതനായ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ കിമ്മിനെ അടുത്തിടെ സ്വേച്ഛാധിപതി എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തിരുന്നു. ട്രംപിന്റെ തിരിച്ചുവരവിൽ എന്തായാലും കരുതി തന്നെയാണ് ഉത്തര കൊറിയ എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. കൂടാതെ ട്രംപിന്റെ 2ാം ഊഴത്തിൽ തയ്യാറായിരിക്കണമെന്ന് സ്റ്റേറ്റ് മീഡിയ വഴി പോങ്യാങ് ജനങ്ങൾക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഇതുകൊണ്ട് തന്നെ ഉത്തര കൊറിയയുമായി നേരിട്ട് സംവദിക്കുക എന്നത് മുമ്പത്തേതിലും പ്രയാസകരമായിരിക്കുമെന്ന് അവർ കൂട്ടിച്ചേർക്കുന്നുമുണ്ട്. കിമ്മിന്റെ എന്ത് നീക്കത്തിലും ഭയക്കുന്ന 2 രാജ്യങ്ങളാണ് അമേരിക്കയും ദക്ഷിണ കൊറിയയും. കൂടാതെ ട്രംപും റഷ്യയും അത്ര നല്ല ബന്ധമല്ല താനും. എന്നാൽ റഷ്യയും ഉത്തര കൊറിയയും നല്ല ബന്ധമാണ്. കൂടെ സൈനികരെ വരെ കിം നൽകിയിട്ടുമുണ്ട് റഷ്യയിലേക്ക്. അങ്ങനെ വരുമ്പോൾ ട്രംപിന്റെ സൗഹൃദം കിമ്മും ആഗ്രഹിക്കില്ല. റഷ്യയെ പിണക്കാൻ എന്തായാലും ഉത്തര കൊറിയ തയ്യാറാകുകയുമില്ല. യുദ്ധം അവസാനിപ്പിക്കാൻ നടക്കുന്ന ട്രംപ് സൈനികരെ നൽകിയ ഉത്തര കൊറിയയുടെ നീക്കത്തിൽ വ്യാകുലനുമാണ്. ഇനി മറ്റൊരു വശം പറയുകയാണെങ്കിൽ ട്രംപ് യുദ്ധം നിർത്താൻ വേണ്ടി ഏതറ്റം വരെയും പോകാൻ, അതിനായി ഉത്തര കൊറിയയുമായി ചേർന്ന് റഷ്യയെ അനുനയിപ്പിക്കാനുള്ള നീക്കം നടക്കുമോ എന്നാണ് കണ്ടറിയേണ്ടത്. എന്തായാലും ഏത് തീരുമാനമെടുത്താലും ദക്ഷിണ കൊറിയ ഇതിലെല്ലാം ഭയപ്പാടിലാണ് താനും. ഇതിന്റെ എല്ലാം അവസാനത്തെ തീരുമാനം ഉത്തര കൊറിയൻ നേതാവിന്റെ തന്നെയാണ്, അതായത് സാക്ഷാൽ കിം ജോങ് ഉന്നിന്റെ.